പേളിലെ ഡാറ്റ സ്ട്രക്ചർ എന്ന സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ പേളിൽ ലഭ്യമായ ഡാറ്റ സ്ട്രക്ചേഴ്സിനെ കുറിച്ച് പഠിക്കുന്നു. ഇവിടെ ഉബുണ്ടു ലിനക്സ് 1204 ഓപ്പറേറ്റിംഗ് സിസ്റ്റം, പേൾ 5142 എന്നിവയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ gedit ടെക്സ്റ്റ് എഡിറ്ററും ഉപയോഗിക്കുന്നു. താങ്കൾക്ക് ഇഷ്ടപ്രകാരം ഏത് ടെക്സ്റ്റ് എഡിറ്ററും ഉപയോഗിക്കാവുന്നതാണ്. പേളിലെ വേരിയബിളുകളുടെ അടിസ്ഥാന പരിജ്ഞാനം ഉണ്ടായിരിക്കണം. കമന്റ്സ്, ലൂപ്സ്, കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് എന്നിവ അറിയുന്നത് നന്നായിരിക്കും. സ്പോക്കൺ ട്യൂട്ടോറിയൽ വെബ്സൈറ്റിലെ ബന്ധപ്പെട്ട സ്പോക്കൺ ട്യൂട്ടോറിയലുകൾ കാണുക. പേൾ എന്നതിന് 3 തരത്തിലുള്ള ഡാറ്റ സ്ട്രക്ചേഴ്സ് ഉണ്ട്. സ്കേലാർ, അറേ, ഹാഷ് എന്നത് അസോസിയേറ്റീവ് അറേ എന്നും പറയുന്നു. സ്കേലാർ ഈ തരത്തിലുള്ള ഡാറ്റ സ്ട്രക്ചർ ഏതെങ്കിലും തരത്തിലുള്ള ഡാറ്റ ടൈപ്പ് ഒരു മൂല്യം നൽകുന്നു. ഡാറ്റ ടൈപ്പ് സ്ട്രിംഗ്, നമ്പർ, ഡബിൾ എന്നിവ ആകാം. ഇത് അറേ അല്ലെങ്കിൽ ഹാഷ് എന്നതിന് റഫറൻസ് ഉണ്ടാകും. ശ്രദ്ധിക്കുക, പേളിലെ റഫറൻസ് തുടർന്നുള്ള ട്യൂട്ടോറിയലുകളിൽ പഠിക്കും. സ്കേലാർ ഡാറ്റ സ്ട്രക്ചർ വേരിയബിൾ പ്രഖ്യാപിക്കുന്നത് പോലെ വളരെ ലളിതമാണ്. $count is equal to 12 semicolon. $string is equal to in single quote I am scalar of type string semicolon. സ്കേലാറിൽ നമുക്ക് താഴെ പറയുന്ന കാര്യങ്ങൾ ചെയ്യാം. അതിലേക്ക് ഒരു മൂല്യം നൽകുക. ഒരു സ്കേലാറിൽ നിന്ന് മറ്റൊന്നിലേക്ക് നൽകുക. നമ്പർ ടൈപ്പ് സ്കേലാറുകളിൽ അരിത്മെറ്റിക് ഓപ്പറേഷൻസ്, ആഡ്, സബ്ട്രാക്ട് എന്നിവയാണ്. സ്ട്രിംഗ് സ്കേലാറുകൾ സ്ട്രിംഗ് ഓപ്പറേഷൻസ്, കൺകാറ്റനേഷൻ, substr മുതലായവ. ഇപ്പോൾ സ്കേലാറിന്റെ ഡാറ്റ സ്ട്രക്ചറിന് ഉദാഹരണം നോക്കാം. ടെർമിനലിലേക്ക് പോയി ടൈപ്പ് ചെയ്യുക gedit scalars ഡോട്ട് pl സ്പേസ് ആംപർസാൻഡ് എന്റർ അമർത്തുക. scalars ഡോട്ട് pl ഫയൽ geditൽ തുറക്കുന്നു. സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന താഴെ പറയുന്ന കോഡ് ടൈപ്പ് ചെയ്യുക. ഇതാണ് ഡിക്ലറേഷൻ. സ്കേലാറിന് അസൈൻമെന്റ്. നമ്പർ ടൈപ്പ് സ്കേലാറിൽ അവതരിപ്പിക്കുവാൻ കഴിയുന്ന ചില അരിത്മെറ്റിക് ഓപ്പറേഷൻസ് ആണ് ഇവ. സ്ട്രിംഗ് ടൈപ്പ് സ്കേലാറുകളിൽ സ്ട്രിംഗ് ഓപ്പറേഷൻസ് ചെയ്യാവുന്നതാണ്. substr എന്നത് പേൾ ഫങ്ഷൻ ആണ്. ഇത് ഔട്ട്പുട്ട് ആയി സ്ട്രിംഗ് തരുന്നു. ഇവിടെ ഇൻഡെക്സ് 0 ഒരു സ്ട്രിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് സൂചിപ്പിക്കുന്നു. അതായത് നമ്മൾ എവിടെയാണോ ആ സ്ട്രിംഗ് എക്സ്ട്രാക്ട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. 11 എന്നത് ഔട്ട്പുട്ടിൽ സ്ട്രിംഗ് നമ്മൾ ഏതുവരെ ഓഫ്സെറ്റ് വേണം എന്ന് പറയുന്നു. ഫയൽ സേവ് ചെയ്യുന്നതിനായി Ctrl+S എന്നിവ അമർത്തുക. ശേഷം ടെർമിനലിൽ പോയി പേൾ സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുക. പേൾ scalars ഡോട്ട് pl എന്റർ അമർത്തുക. ടെർമിനലിൽ കാണിച്ചിരിക്കുന്ന ഔട്ട്പുട്ട് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നതാണ്. ഇപ്പോൾ നമുക്ക് പേളിൽ അറേ ഡാറ്റ സ്ട്രക്ചർ നോക്കാം. അറേ എന്നത് എലിമെന്റ്സുകളുടെ ഒരു പട്ടികയാണ്. എലിമെന്റ്സ് സ്ട്രിംഗ്, നമ്പർ തുടങ്ങിയവ ആകാം. അറേ വിവിധ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഒരു ഇൻഡെക്സ് ഉണ്ട്. ഇൻഡെക്സ് 0 ആരംഭിക്കുന്നു. മറ്റു പ്രോഗ്രാമിംഗ് ഭാഷകളിൽ നിന്ന് വ്യത്യസ്തമായി പേൾ ഉപയോഗിക്കുന്നതിന് മുൻപ് ഒരു അറേ അല്ലെങ്കിൽ അതിന്റെ ദൈർഘ്യം പ്രഖ്യാപിക്കേണ്ട ആവശ്യം ഇല്ല. പേൾ അറേ അതിൽ നിന്നും കൂട്ടിച്ചേർത്തിരിക്കുന്ന അല്ലെങ്കിൽ നീക്കം ചെയ്ത എലിമെന്റുകൾക്ക് അനുസരിച്ച് ചുരുങ്ങുന്നു. ഒരു അറേ എഴുതേണ്ട സിന്റാക്സ് ഇതാണ്. variable name സ്പേസ് equal to സ്പേസ് ഓപ്പൻ ബ്രാക്കറ്റ്. എലിമെന്റ്സ്, കോമ എന്നിവ വേർതിരിക്കണം. ക്ലോസ് ബ്രാക്കറ്റ്, സെമിക്കോളൻ. ഇപ്പോൾ നമുക്ക് അറേ ഡാറ്റ സ്ട്രക്ചറിന് ഒരു ഉദാഹരണം നോക്കാം. ടെർമിനലിൽ പോയി ടൈപ്പ് ചെയ്യുക gedit perl array ഡോട്ട് pl സ്പേസ് ആംപർസാൻഡ് എന്റർ അമർത്തുക. ഇത് പേൾ array ഡോട്ട് pl ഫയൽ geditൽ തുറക്കുന്നു. സ്ക്രീനിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന കോഡ് ടൈപ്പ് ചെയ്യുക. ഇതാണ് നമ്പർ അറേ. അതിൽ നമ്പർ ടൈപ്പ് എലിമെന്റ്സ് ഉണ്ട്. ഇത് സ്ട്രിംഗ് അറേയാണ്. ഇതിൽ സ്ട്രിംഗ് ടൈപ്പ് എലിമെന്റ്സ് ഉണ്ട്. ഈ അറേക്ക് നമ്പർ സ്ട്രിംഗ് ടൈപ്പ് എലിമെന്റുകൾ ഉണ്ട്. ഈ ഉദാഹരണം പേളിലെ വിവിധ തരത്തിലുള്ള അറേസ് കാണിക്കുന്നു. ഇങ്ങനെയാണ് നമുക്ക് പേളിൽ അറേ അച്ചടിക്കാൻ കഴിയുന്നത്. ഫയൽ സേവ് ചെയ്യുന്നതിനായി Ctrl+S എന്നിവ അമർത്തുക. ശേഷം ടെർമിനലിൽ പോയി പേൾ സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുക. പേൾ array ഡോട്ട് pl എന്റർ അമർത്തുക.
ടെർമിനലിൽ താഴെ പറയുന്ന ഔട്ട്പുട്ട് കാണിക്കുന്നു. ഇപ്പോൾ നമുക്ക് പേളിലെ ഹാഷ് ഡാറ്റ സ്ട്രക്ചർ നോക്കാം. ഹാഷ് അസോസിയേറ്റീവ് അറേ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് കീ വാല്യൂ പെയർ ഡാറ്റ സ്ട്രക്ചർ ആണ്. ഹാഷിലെ കീ യുണീക്ക് ആണ്. അതേ കീ വീണ്ടും ചേർത്തിട്ടുണ്ടെങ്കിൽ ആ കീയുടെ വാല്യൂ നിജപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും പുതിയ കീയുടെ വാല്യൂ ആണ്. വാല്യൂ ഡ്യൂപ്ലിക്കേറ്റ് ആകാം. ഏതൊരു ഡാറ്റ ടൈപ്പിന്റെയും വാല്യൂ ഉൾക്കൊള്ളുന്നു. ഹാഷിന്റെ സിന്റാക്സ് ഇതാണ്. പെർസെന്റേജ് വേരിയബിൾ നെയിം സ്പേസ് ഈക്വൽ ടു സ്പേസ് ഓപ്പൺ ബ്രാക്കറ്റ്. എന്റർ അമർത്തുക. സിംഗിൾ ക്വോട്ട് കീ നെയിം സിംഗിൾ ക്വോട്ട് സ്പേസ് ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ സൈൻ സ്പേസ് വാല്യൂ കോമ. എന്റർ അമർത്തുക. സിംഗിൾ ക്വോട്ട് കീ നെയിം സിംഗിൾ ക്വോട്ട് സ്പേസ് ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ സൈൻ സ്പേസ് വാല്യൂ. എന്റർ അമർത്തുക. ക്ലോസ് ബ്രാക്കറ്റ് സെമിക്കോളൻ. ഇനി നമുക്ക് ഹാഷ് ഡാറ്റ സ്ട്രക്ചറിന്റെ ഒരു ഉദാഹരണം നോക്കാം. ടെർമിനലിലേക്ക് പോയി ടൈപ്പ് ചെയ്യുക gedit perlhash ഡോട്ട് pl സ്പേസ് ആംപർസാൻഡ്. എന്റർ അമർത്തുക. perlhash ഡോട്ട് pl എന്ന ഫയൽ geditൽ തുറക്കും. സ്ക്രീനിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന കോഡ് ടൈപ്പ് ചെയ്യുക. ഈ ഹാഷ് ഒരു വിഷയത്തിൽ ലഭിച്ച മാർക്കുകൾ സൂചിപ്പിക്കുന്നു. ഈ ഉദാഹരണം ഹാഷ് എന്നതിന്റെ ഉപയോഗം ആണ്. ഇപ്പോൾ ഹാഷ് അച്ചടിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ ഹാഷ് എന്നത് പ്രിന്റ് ചെയ്യുന്ന മാർഗം ശ്രദ്ധിക്കുക. തുടർന്നുള്ള ട്യൂട്ടോറിയലുകളിൽ വിശദീകരണം നൽകുന്നതാണ്. ഫയൽ സേവ് ചെയ്യുവാൻ Ctrl+S എന്നിവ അമർത്തുക. ശേഷം ടെർമിനലിൽ പോയി പേൾ സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാം. perlhash ഡോട്ട് pl. എന്റർ അമർത്തുക. ടെർമിനലിൽ താഴെ കാണിച്ചിരിക്കുന്ന ഔട്ട്പുട്ട് ലഭിക്കുന്നു. നമുക്ക് സംഗ്രഹിക്കാം. ഈ ട്യൂട്ടോറിയലിൽ പഠിച്ചത് സ്കേലാർ അറേ, പേളിലെ ഹാഷ് ഡാറ്റ സ്ട്രക്ചർ, സാമ്പിൾ പ്രോഗ്രാമുകൾ ഉപയോഗിക്കുന്നു. നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് ഉണ്ട്. സ്കേലാർ വേരിയബിൾ ഡിക്ലയർ ചെയ്യുക. ടൈപ്പ് ഫ്ലോട്ടിന്റെ മൂല്യം അസൈൻ ചെയ്ത് പ്രിന്റ് ചെയ്യുക. റെഡ്, യെല്ലോ, ഗ്രീൻ എന്നീ നിറങ്ങളുടെ ഒരു അറേ ഡിക്ലയർ ചെയ്ത് പ്രിന്റ് ചെയ്യുക. ഹാഷ് എന്നിവയുടെ എംപ്ലോയി നെയിം, അതിന്റെ ഡിപ്പാർട്ട്മെന്റ് എന്നിവ പ്രിന്റ് ചെയ്യുക. ഹിന്റ് എംപ്ലോയി ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ സൈൻ ജോൺ, ഡിപ്പാർട്ട്മെന്റ് ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ സൈൻ എഞ്ചിനീയറിംഗ്. സ്ക്രീനിൽ ലഭ്യമായ ലിങ്ക് കാണുക. ഇത് സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് സംഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് നല്ല ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് ടീം സ്പോക്കൻ ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ പരീക്ഷ വിജയിക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി എഴുതുക contact@spoken-tutorial.org. സ്പോക്കൻ ട്യൂട്ടോറിയൽ എന്നത് ടോക്ക് ടു എ ടീച്ചർ എന്ന പ്രോജക്റ്റിന്റെ ഭാഗമാണ്. ഇത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ICT, MHRD, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നിവയുടെ പിന്തുണയോടുകൂടി നടപ്പാക്കുന്നു. ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ താഴെ കാണുന്ന ലിങ്കിൽ ലഭ്യമാണ്. ഈ പേൾ ട്യൂട്ടോറിയൽ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇത് വിജി നായർ, IIT ബോംബെ. പങ്കെടുത്തതിന് നന്ദി.